ശക്തിയായി എതിർത്തിരുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയും നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. മാത്രമല്ല അത് ബജറ്റ് മാനുവലിന്റെ ആണ്. ഇതിനുവേണ്ടി പണം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കാൻ, ഖജനാവിലേക്ക് തിരിച്ചടയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ പ്രതിപക്ഷം വളരെ ഗൗരവത്തോടുകൂടി ഉന്നയിച്ച ഒരു ആരോപണം ഹൈക്കോടതി വിധിയോടുകൂടി അതിനെ അടിവരയുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. യഥാർത്ഥത്തിൽ ഇപ്പൊ കേരളം മുഴുവൻ വലിയ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിരിക്കുകയാണ്. നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. ഞാനും നിങ്ങളും അടയ്ക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് ഈ കോടിക്കണക്കിന് രൂപ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. ഇപ്പൊ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ഗവൺമെന്റ് ഓഫീസർമാർ കോളനികൾ കയറിയിറങ്ങി സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കുകയാണ്. അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ജോലിയാണോ? അവർ വന്യജീവി ആക്രമണം തടയാൻ ഒന്നും ചെയ്യാത്ത ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സർക്കാരിന്റെ നേട്ടങ്ങൾ, അതായത് ട്രൈബൽ കോളനികൾ വിതരണം ചെയ്യിപ്പിക്കുക. ഇവർ ചെല്ലുമ്പോൾ തന്നെ പേടിയാണല്ലോ. ആ ഇല്ലാത്ത നേട്ടങ്ങൾ എന്ന് അവകാശപ്പെടുന്ന സംഭവങ്ങൾ, സർക്കാരുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ, LDFന്റെ ക്യാമ്പയിൻ മെറ്റീരിയൽസ്, അത് PRD ഇറക്കിയിരിക്കുന്ന മെറ്റീരിയൽസ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ PRD ഉണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് വിവിധ ട്രൈബൽ കോളനികളിൽ ചെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിനുള്ള കനത്ത തിരിച്ചടിയാണ് ഈ ഹൈക്കോടതി വിധിയിൽ. ഞങ്ങളാണ് ചോദ്യം ചെയ്തത്. KSU പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയാണ് അത് ചോദ്യം ചെയ്തത്. അതിലാണ് ആ ഭയങ്കര ശക്തമായ വിധി കോടതിയുടെ ഭാഗത്ത് നിന്ന് കൊടുത്തത്. പിന്നീട് പ്രസിഡന്റ് കൂടി കൊടുക്കുകയാണ്. ആ കേസിലാണ് ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട വിധി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സർക്കാരിന്റെ പണം, ഖജനാവിലെ പണം എടുത്തിട്ട് DYFIക്കാർക്ക് കൊടുത്തിട്ട് ഇനി ഇവർ പത്തുത്തിയാക്കാൻ പോവാണ്. ഇനിയാണ് കേരളം നന്നാക്കുന്നതിനെ കുറിച്ചുള്ള സർവേ അതല്ല. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ വേണ്ടി സർക്കാർ ഫണ്ടിൽ നിന്നും DYFIക്കാർക്കും CPM-നും ഫണ്ട് കൊടുക്കുക. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം ശബരിമല സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച് സർക്കാർ ഉരുണ്ട് കളിക്കുകയാണ്. മുഖ്യമന്ത്രി മൗനം ദീക്ഷിക്കില്ല. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പോ ആ അഫിഡവിറ്റ്, ആ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ അഫിഡവിറ്റാണ് എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുമോ? അതാണ് ചോദ്യം. അതിന് ഉത്തരം പറയുന്നില്ല. എസ് ഓർ നോ എന്ന് തന്നെയാണ് ഉത്തരം. എസ് പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ടെന്ന് ഒരു നിലപാടായല്ലോ. അല്ലെങ്കിൽ നോ, മാറിയ സാമൂഹ്യ സാഹചര്യത്തിൽ അത് മാറി, ഞങ്ങൾ അതിലേക്ക് പോകുന്നില്ല എന്ന് പറയാൻ ഇനി എപ്പോഴാണ് തീരുമാനം എടുക്കുന്നത്? കോടതി ആ കേസ് എടുക്കുന്നതിന് മുമ്പ് അഫിഡവിറ്റ് കൊടുക്കണ്ടേ? ഇന്നലെ കേസ് വരുമെന്നാണ് CPM-ന്റെ നിലപാട്. സെക്രട്ടറി ME ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ മാറ്റം ഏത് കാര്യത്തിലുണ്ടാകും, മാറ്റം അനിവാര്യമാണ്, മാറ്റത്തിന്റെ ലോകത്തുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു മാർസിയൻ പശ്ചാത്തലം. എന്താണ് CPM-ന്റെ സ്റ്റാൻഡ് എന്ന് ചോദിച്ചപ്പോൾ അവ്യക്തത കൊണ്ട് നിറഞ്ഞ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. നിയമം ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ ആയിരിക്കുമെന്നാണ് നിങ്ങളുടെ ആദ്യത്തെ നിലപാട്. അതിന് പിന്നീട് മാപ്പ് പറഞ്ഞു. 2 സ്ത്രീകളെ കയറ്റി അവിടെ പന്തല് കൊടുത്തതിൽ നടപടി, സർക്കാരിന്റെ പണവും ദേവസ്വം ബോർഡിന്റെ പണവും കൊടുക്കുമ്പോൾ നടപടിക്രമങ്ങൾ പാലിച്ചു വേണം കൊടുക്കാൻ. ഇഷ്ടപ്പെട്ട ആളുകൾക്ക് പന്തല് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു തുക അങ്ങ് കൊടുക്കാൻ പറ്റില്ല. ടെൻഡർ പ്രൊസീജിയർ നടത്തിയിട്ട് വേണം കൊടുക്കാൻ. അല്ല, കിട്ടിയ ചാൻസ് എല്ലാം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ അല്ലെ? ഇപ്പൊ ഇവര് കൈവഴിയാണ് എന്താ? അയ്യപ്പനേക്കാളും വലിയ പടമുള്ള ഫ്ലെക്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വെച്ചിരുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന്. ഇപ്പൊ സർക്കാർ കൈ കഴുകുന്നത് ഞങ്ങൾക്കൊന്നുമില്ല എന്നാണ് ദേവസ്വം മന്ത്രി പറയുന്നത്. ദേവസ്വം മന്ത്രിക്ക് അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. ആരുടെയൊക്കെ സ്പോൺസർഷിപ്പ് കിട്ടി, ആരൊക്കെ പണം തന്നു, ഒരു കണക്കുമില്ല.